നമസ്കാരം. രാമായണത്തിലെ ഉജ്ജ്വല സ്ത്രീ കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം സീതാദേവിയാണെന്ന്. എന്നാൽ സീതാദേവിയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു സ്ത്രീ കഥാപാത്രമുണ്ട് രാമായണത്തിൽ, ഊർമിള. ലക്ഷ്മണ പത്നി, ജനക മഹാരാജാവിൻ്റെ 3 മക്കളിൽ ഒരുവൾ. കൈകേയിയുടെ നിർബന്ധപ്രകാരം വനവാസത്തിന് പുറപ്പെട്ട ശ്രീരാമനെ അനുഗമിക്കാൻ സീതാദേവി തയ്യാറായി. എങ്ങനെ തയ്യാറായി? സ്ത്രീ സഹജമായ പിടിവാശിയോടും ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി സീതാദേവി കാര്യം സാധിപ്പിച്ചെടുത്തു. ലക്ഷ്മണൻ ജ്യേഷ്ഠഭക്തി കാരണം ശ്രീരാമനെ അനുഗമിച്ചു. ഈ സമയത്ത് ഊർമിളയെ സംരക്ഷിക്കാൻ സാധിക്കില്ല, ജ്യേഷ്ഠൻ്റെ ഭടനായിട്ടാണ് പോകുന്നത് എന്ന് ലക്ഷ്മണൻ ബോധ്യപ്പെടുത്തിയത് കാരണം ഊർമിള സർവം സഹയായി അയോധ്യയിൽ അന്തപുരത്തിൽ തന്നെ നിൽക്കുകയാണ് ഉണ്ടായത്. ഭർതൃസാമീപ്യത്തോടുകൂടി പതിധർമ്മം അനുഷ്ഠിച്ചവളാണ് സീതാദേവി. എന്നാൽ ഭർതൃസാമീപ്യം ഇല്ലാതെ തന്നെ പതിധർമ്മം അനുഷ്ഠിച്ചവളാണ് ഊർമിള. മേഘനാഥൻ്റെ ശരമേറ്റ് വീണ ലക്ഷ്മണൻ്റെ ശരീരഭാരം താങ്ങാനാവാതെ രാവണൻ്റെ ഭടന്മാർ മടങ്ങിയപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് സൂചിപ്പിക്കുന്നത് ഊർമിളയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ടാണ് തന്നെ രാവണൻ്റെ ഭടന്മാർക്ക് നശിപ്പിക്കാൻ സാധിക്കാഞ്ഞത് എന്ന്. അങ്ങനെ ഊർമിളയുടെ മഹത്വം ശ്രീരാമൻ കൂടി അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സീതാദേവിയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ് ഊർമിള. നന്ദി, നമസ്കാരം.